നമസ്കാരം. നീണ്ടുപോകുന്ന യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടങ്ങിയവർ നടത്തിയ സംഭാഷണം ഇപ്പോൾ വിവാദത്തിൽ. നിർണായക ഫോൺ സംഭാഷണത്തിന് പുടിൻ ട്രംപിനെ 1 മണിക്കൂറിനധികം കാത്തിരിപ്പിച്ചതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പുടിൻ ട്രംപിനെ അപമാനിച്ചു എന്നാണ് വിമർശനം. ട്രംപും പുടിനും ചൊവ്വാഴ്ച 1.5 മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചിരുന്നു. യുഎസ് പ്രസിഡന്റും ടീമും പുടിനോട് യുക്രൈനിൽ 30 ദിവസം വെടിനിർത്തൽ ആവശ്യപ്പെട്ടുവെന്നും ഈ ആവശ്യം പുടിൻ തള്ളിയെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. എന്നാൽ യുക്രൈനിലെ ഊർജ ഇൻഫ്രാസ്ട്രക്ചറിനെതിരായ ആക്രമണങ്ങൾ പരിമിതപ്പെടുത്താൻ പുടിൻ സമ്മതിച്ചുവെന്നാണ് റിപ്പോർട്ട്. ഇരുവരും തമ്മിലുള്ള സംഭാഷണം യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ ചെറിയ രീതിയിൽ ആശ്വാസമുണ്ടാക്കുന്ന തീരുമാനങ്ങളിൽ എത്തിയെങ്കിലും ഫോൺ സംഭാഷണത്തിനായി പുടിൻ ട്രംപിനെ 1 മണിക്കൂറോളം കാത്തുനിർത്തിയെന്നതാണ് വലിയ ചർച്ചയായിരിക്കുന്നത്. പുടിൻ ട്രംപിനെ 60 മിനിറ്റിലധികം കാത്തിരിപ്പിച്ചുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഫോൺ സംഭാഷണത്തിന് തൊട്ടു മുൻപ് പുടിൻ മോസ്കോയിൽ ഒരു വാർഷിക പരിപാടിയിൽ വ്യവസായികളോടും ബിസിനസ്സുകാരോടും സംവദിക്കുകയായിരുന്നു. ട്രംപുമായുള്ള ഫോൺ സംഭാഷണം വൈകുന്നുവെന്ന മുന്നറിയിപ്പ് അദ്ദേഹം ചിരിച്ചുതള്ളിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്തായാലും ഇത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിലടക്കം ഇത് സംബന്ധിച്ച് വലിയ വിമർശനങ്ങളും വാദപ്രതിവാദങ്ങളും നടക്കുകയാണ്.